ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവ് കൂടി കൊല്ലപ്പെട്ടതായ വിവരങ്ങൾ. 3 ആഴ്ചയ്ക്കുള്ളിലെ 5ാമത്തെ സമാന സംഭവമാണിത്. ജസ്തോർ ജില്ലയിലെ കൊപ്പാലിയ ബസാറിൽ വെച്ച് ചില ആക്രമികളുടെ വെടിയേറ്റ് റാണ പ്രതാപ് ബൈരാഗി എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹം അധ്യാപകനായിരുന്നു, മാധ്യമപ്രവർത്തകനായിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോടെ കൊപ്പാലിയ ബസാറിൽ വെച്ച് റാണ പ്രതാപിനെ അജ്ഞാതരായ അക്രമികൾ വെടിവെക്കുകയായിരുന്നു. തുടർന്ന് അക്രമികൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. ഗുരുതരമായി പരിക്കേറ്റ റാണ പ്രതാപിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തിനെതിരായ ആക്രമണങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 18 ദിവസത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ 6 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. ഈ സംഭവങ്ങൾ ക്രമസമാധാനത്തെയും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും കുറിച്ച് ഗുരുതരമായ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി തലസ്ഥാനമായ ധാക്കയുടെ പ്രാന്തപ്രദേശത്തുള്ള നർസിംഗിൽ ഹിന്ദു പലചരക്ക് കട ഉടമയായ ശരത് ചക്രവർത്തി മണി ക്രൂരമായി കൊല്ലപ്പെട്ടുവെന്നും വിവരങ്ങളുണ്ട്. പതിവ് പോലെ കട നടത്തിക്കൊണ്ടിരുന്ന മണിയെ പലാഷ് ഉപാസലയിലെ ചാർസിന്ദൂർ ബസാറിൽ വെച്ച് മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചുവെന്നാണ് വിവരങ്ങൾ. ദൃക്സാക്ഷികൾ പറയുന്നത് അജ്ഞാതരായ ആക്രമികൾ പെട്ടെന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകാർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വഴിമധ്യേ അദ്ദേഹം മരിച്ചു എന്ന് ബംഗ്ലാദേശ് വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഷിബ്സൂർ ഉപാസലയിലെ സദാർച്ചർ യൂണിയനിൽ താമസിക്കുന്ന മദൻ താക്കൂറിന്റെ മകനായിരുന്നു ശരത് ചക്രവർത്തി മണി. ഭാര്യ അന്താര മുഖർജി ഒരു വീട്ടമ്മയാണ്. 12 വയസ്സുള്ള ഒരു മകനുണ്ട്. പിക് ചക്രവർത്തി മണി നേരത്തെ ദക്ഷിണ കൊറിയയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തിയാണ്. പിന്നീട് നർസിംഗ് പട്ടണത്തിലെ ബ്രഹ്മാണ്ടിയിൽ അദ്ദേഹം ഒരു വീട് പണിതു. അവിടെ അദ്ദേഹം കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു. ലളിതവും സമാധാനപരവുമായ ജീവിതം നയിച്ചിരുന്നതായും ആരുമായും തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ഒരു കുടുംബാംഗം പറയുന്നു. രാജ്യത്തെ വഷളായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി അദ്ദേഹത്തെ വളരെയധികം അസ്വസ്ഥനാക്കി. ഡിസംബർ 19 അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ഇത്രയധികം തീ, ഇത്രയധികം ആക്രമണം, എന്റെ ജന്മസ്ഥലം മരണത്തിന്റെ താഴ്വരയായി മാറിയിരിക്കുന്നു. മണിയുടെ അയൽക്കാരൻ അദ്ദേഹത്തെ ശാന്തനും മനുഷ്യത്വമുള്ളവനും സാമൂഹിക ഉത്തരവാദിത്വമുള്ളവനുമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ശത്രുക്കളില്ല. അയൽക്കാരന്റെ അഭിപ്രായത്തിൽ കൊലയ്ക്ക് കാരണമായത് അദ്ദേഹം ഹിന്ദു ആയിരുന്നു എന്നതാണ്. സാമൂഹിക പ്രവർത്തകനും സംഘാടകനുമായ ബപ്പാദിത്യ ബസു കൊലപാതകത്തെ ശക്തമായി അപലപിച്ചു. ബംഗ്ലാദേശിലെ ഒരു ഹിന്ദുവിന്റെ രക്തം വറ്റുന്നതിന് മുൻപ് മറ്റൊരു ഹിന്ദു കൊല്ലപ്പെടുകയാണ്. ജസോറിലെ റാണ പ്രതാപിന്റെ വാർത്ത മങ്ങുന്നതിന് മുമ്പ് നർസിംഗിലെ ശരത് ചക്രവർത്തി മണിയും കൊല്ലപ്പെട്ടു. ഇത്തരം ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അവശേഷിക്കില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഹിന്ദുക്കളുടെ വംശഹത്യയോ വംശീയ ഉന്മൂലനമോ വ്യക്തമായ ഒരു സംസ്ഥാന പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന ഒരു രാജ്യത്ത് ഹിന്ദുവായിരിക്കുക എന്നത് തന്നെ കൊല്ലപ്പെടാനുള്ള ഒരു പ്രധാന കാരണമായി മാറുന്നു എന്ന് പറഞ്ഞ ബസു സർക്കാർ അക്രമത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ആരോപിച്ചു. മണിയെ തനിക്ക് വ്യക്തിപരമായി അറിയാം. ഇര നേരിട്ട ഭീഷണികളുടെ ഭയാനകമായ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയതായും അയാൾ പറയുന്നു. ബസുവിന്റെ അഭിപ്രായത്തിൽ കൊലപാതകത്തിന് 2 ദിവസം മുൻപ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മണിയിൽ നിന്ന് വലിയൊരു തുക ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ ജീവിക്കണമെങ്കിൽ ജിസിയ നൽകേണ്ടി വരുമെന്ന് പറഞ്ഞു. പിന്നീട് മണിയെ കൊലപ്പെടുത്തിയത് അതേ തീവ്രവാദികളാണെന്ന് ബസു പറയുന്നു. ജഷോറിലെ മണിറാംപൂരിൽ ഹിന്ദു പത്രപ്രവർത്തകനായ റാണ പ്രതാപ് ബൈരാഗി കൊല്ലപ്പെട്ട അതേ ദിവസം തന്നെയാണ് മണിയുടെ കൊലപാതകവും നടന്നിരിക്കുന്നത്. കുറ്റവാളികളെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. 7 വെടിയുണ്ടകളുടെ കവറുകൾ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു. ആക്രമികൾ മോട്ടോർ സൈക്കിളിലെത്തി റാണയെ തന്റെ ഐസ് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു വരുത്തി പലതവണ വെടിയുതിർത്ത ശേഷം ഉടൻ തന്നെ ഓടി രക്ഷപ്പെട്ടു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.